വീട്ടിലെത്തിയോ? ഞാനങ്ങോട്ട് വിളിക്കാൻ തുടങ്ങായിരുന്നു. വന്നേ ഉള്ളൂ. അച്ഛനെ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടി വന്നതില് വിഷമമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. വൈകിട്ട് ട്രീറ്റ്മെന്റിന് കൊണ്ടുപോയി. കുറച്ചു മുൻപ് തിരിച്ചു കൊണ്ടുവന്നെ. മുരളിയേട്ടൻ വിളിച്ചിരുന്നോ? ഇല്ല. അച്ഛന്റെ കാര്യം വല്ലതും അറിഞ്ഞോ? ആള് പോയോ? ഏയ്, പോയിട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ മുരളി വിളിച്ച് പറഞ്ഞാനെ. അച്ഛനെ എവിടുന്ന് എങ്ങനെ ഒഴിവാക്കണം നന്ദു? അവർക്ക് അത് വലിയ തലവേദനയാവും. നമ്മൾ കാരണം മുരളിയേട്ടൻ എന്തൊക്കെയാ സഹിക്കേണ്ടി വരുന്നേ? ആർക്കും കുഴപ്പമില്ലാത്ത വിധത്തിൽ എങ്ങനെ വേണമെന്നാ ഞാൻ ആലോചിക്കുന്നത്. പോലീസിൽ കംപ്ലൈന്റ് ചെയ്താൽ അവരെ ഒന്ന് ക്ലിയർ ചെയ്യും. പക്ഷേ അത് ഒരുപാട് കടന്നുപോകും. ഇവിടം വിട്ടാ പോകാനൊരു സ്ഥലമില്ലല്ലോ. ഭക്ഷണം കഴിക്കണ്ടേ? എന്ത് ചെയ്യും? വല്ലാതെ വിഷമിക്കും. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ അച്ഛനല്ലേ ദേവി. നല്ല രീതിക്കായിരുന്നെങ്കിൽ അമ്മയുടെ അടുത്തേക്ക് പറഞ്ഞു വിടായിരുന്നു. പക്ഷെ അച്ഛന്റെ സ്വഭാവം എന്തൊക്കെ സംഭവിച്ചാലും മാറില്ല. അവരുടെ ഉള്ള സമാധാനവും കൂടി പോവും. അത് വേണ്ട, ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്തേലും വഴിയുണ്ടാക്ക. അല്ല, അമ്മ എന്ത് പറയുന്നു? പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ് ഇല്ല, സംസാരമൊന്നുമില്ല, അത്രേ ഉള്ളൂ. ദേവി അവിടുന്ന് പറഞ്ഞൂടെ അവസരം കാത്തു നിൽക്കുക അമ്മ. അറിയാലോ. ഇവിടെ ഒരാൾ തുടങ്ങിയിട്ടുണ്ട്. ആര്? മീര. അവക്ക് എന്തൊക്കെയോ സ്മെല് ചെയ്തിട്ടുണ്ട്. അമ്മയ്ക്ക് ഈ കാര്യത്തില് ഒരു സപ്പോർട്ട് കിട്ടുന്ന അപകടം. അമ്മ അടുത്തുണ്ടോ? വല്ലാത്ത ശ്വാസമുട്ടൽ അവിടെ അല്ലേ? പറയാനുണ്ടോ? വിഷമിക്കണ്ട. ഇന്നത്തെ ഒരു രാത്രിയോട് സഹിച്ചാൽ മതി. നാളെ രജനേച്ചി അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയെ ഇങ്ങോട്ട് പറഞ്ഞിടാന്ന് പറഞ്ഞു. ഓ, എങ്കിൽ വലിയ സമാധാനായി. എന്നാ പിന്നെ ഞാൻ മുരളി ഒന്ന് കണ്ടിട്ട് വരാം. അച്ഛന്റെ അവസ്ഥ എന്താണെന്ന് അറിയണമല്ലോ. തിരിച്ചു വന്നിട്ട് വിളിക്കാം. ശരി. മറുതെ എത്തി. താൻ ഇതുവരെ പോയില്ലടോ. ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുന്നതിന് മുമ്പ് ഇറങ്ങി പോന്നാ നല്ലത്. തനിക്കെന്താണോ ചെവി കേക്കില്ലേ? നന്ദമോ വരുന്നുണ്ട്. ഇന്ന് ഇയാളെ ഇവിടുന്ന് പറപ്പിക്കും. ഓ, ഞാനെന്താ പട്ടോ പറപ്പിക്കാൻ? നന്ദമോൻ ഇത് കണ്ടോ? കയ്യേറ്റക്കാരി കുത്തിരിക്കുന്ന പോലെ ഇവിടെ കയറി കുത്തിരിക്കണത്. പ്രഭക്കുഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായേനെ. മോനൊന്ന് ചോദിച്ചേ. അങ്കിൾ എന്തിനാ ഇവരെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ? എന്ത് പറഞ്ഞാലും ഇപ്പൊ കേട്ട പാവം നടിക്കില്ല. അതാ ഇപ്പോഴത്തെ പുതിയ അടവ്. എന്റെ ആവശ്യങ്ങളൊക്കെ ന്യായമാണ്. അത് സാധിച്ചെന്നാ ഞാൻ പൊക്കോളാം. ഭാര്യയും മക്കളും താമസിക്കുന്നവൻ പറഞ്ഞു കൊടുക്കണം എന്നായിരുന്നു ആദ്യത്തെ ഡിമാൻഡ്. ഇപ്പം
വേറൊരു ഡിമാൻഡും കൂടി ഉണ്ട്. എന്താ ജീവനാംശം വേണമെന്നാ ഇപ്പൊ പറയണത്. ഇരിപ്പുണ്ടില്ലേ? അതെന്റെ മോക്ക് കിട്ടേണ്ട അവകാശം. അതാ ഞാൻ ചോദിക്കുന്നത്. അതെന്തിനു ഞാൻ തനിക്ക് തരുന്നത്? എന്റെ മോളല്ലേ മുരളി ആദ്യം കിട്ടിയത്. കെട്ടിയതല്ലോ, അവന്റെ തലയിലായതല്ലേ. എങ്ങനെയായാലും മുരളിയുടെ ഭാര്യയായിട്ട് അവളിവിടെ ജീവിച്ചതല്ലേ, അല്ലേ? അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ, ഇനി ഇതിന് അതൊക്കെ പറയുന്നേ? അങ്കിള് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. നിന്നോട് ആരെങ്കിലും ഇവിടെ അഭിപ്രായം ചോദിച്ചോ? കയറി പടിയത്ത്. അതിനെന്തിനാ ഇവളോട് ചാടിക്കടിക്കുന്നത്? മോള് പറഞ്ഞത് ശരിയല്ലേ? ശരിയും തെറ്റൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. അത് തന്നെയാ ഞാനും പറഞ്ഞത്. ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. എന്ത് തീരുമാനം ഉണ്ടാക്കാനാ? നിലവില് മുരളിക്ക് 2 ഭാര്യമാരാ. ഇല്ല, ഒന്നേ ഉള്ളൂ. ദേ ഈ നിൽക്കുന്ന ഗൗരി. അത് അപ്പൊ എന്റെ മോളോ? അത് ഒഴിഞ്ഞു പോയില്ലടോ. എങ്ങനെ ഒഴിഞ്ഞു പോയിന്നാ നിങ്ങൾ ഈ പറയുന്നത്? ദേവിയായിട്ടുള്ള ബന്ധം നിങ്ങൾ വേർപെടുത്തിയോ? അല്ല, മുരളിയുടെ കൂട്ടുകാരനല്ലേ നീ? നിങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ ദേവിയുടെ കാര്യത്തിന് മംഗലശ്ശേരിയിൽ വന്നു പോയിക്കൊണ്ടിരുന്നത്? നീ പറ. മുരളിയും ദേവിയായിട്ടുള്ള ബന്ധം നിയമപരമായി വേർപെടുത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറ. പറഞ്ഞാൽ മാത്രം പോരാ, തെളിവും കാണിക്കണം. നിയമപരമായിട്ടുള്ള കെട്ടല്ലല്ലോ അവിടെ നടന്നത്. അതിന് തെളിവൊന്നുമില്ലല്ലോ. ഉണ്ട്, തെളിവുണ്ട്. അമ്പലത്തിലെ രജിസ്റ്ററിൽ വിവാഹം കഴിച്ചതിന് തെളിവുണ്ട്. അത് ഞാൻ കണ്ടതാ. ഇത് വലിയ പൊല്ലാപ്പായല്ലോ. ആ ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ട് ഇതെന്റെ ബന്ധുവീടാ. എനിക്കിവിടെ വരാം, താമസിക്കാം. അതൊന്നും ആർക്കും എതിർക്കാൻ പറ്റില്ല. ശരിയല്ലേ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, എന്റെ മോളുമായിട്ടുള്ള ബന്ധം ഒഴിഞ്ഞ് ഇനിയുള്ള കാലം അവൾക്കും കുട്ടികൾക്കും ജീവിക്കാനുള്ള വക ജീവനാംശമായി കിട്ടണമെന്ന്. അതിനവക്ക് എവിടുന്ന കുഞ്ഞുങ്ങള്? ബന്ധം ഒഴിയാത്തടത്തോളം കാലം എപ്പോ വേണമെങ്കിലും കുട്ടികൾ ഉണ്ടാവാമല്ലോ. എന്താ, അങ്ങനെ ഉണ്ടാവില്ലേ? അതല്ലേ പഴക്കം. മുരളിയും ദേവിയും തമ്മിൽ ഇതുവരെ വഴക്കോ ബഹളോ ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാ അവര് തമ്മിൽ ഇപ്പോഴും നല്ല അടുപ്പത്തിലാണെന്നർത്ഥം. ഇത് ഒരു നടക്കൊന്നും തീരുന്ന പ്രശ്നമല്ല. 2 നടക്കും തീരില്ല. അമ്മ, ഞാൻ മുരളേട്ടനെ വിളിക്കാം. വിളിച്ചിട്ട് ഒരു കാര്യമില്ല. എന്തേലും പ്രശ്നം ഉണ്ടെങ്കിലേ ഇവിടെ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ അവൻ പൂച്ച പോലെ അകത്ത് കയറി കിടക്കും. ഇതല്ലേ അവന്റെ സ്വഭാവം. ഓ, പ്രഭക്കുഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ എപ്പോഴേ പോലീസിനെ വിളിച്ച് ഇയാളെ അകത്താക്കിയെന്നെ. മണി പൊളിക്കും. പോനെ, പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യം പറ. പോലീസ് വന്ന് ഇങ്ങനെ തൂക്കിയെടുത്ത് പൊക്കോട്ടെ. വിളിക്ക്. പോലീസ് വരണമെന്നാ ഞാനും പറയുന്നത്. വേഗം വിളിക്കേ. എന്റെ മോളെ തല്ലി ഓടിച്ചിട്ട് മുരളി 2ാമത് കെട്ടിയ കാര്യവും ഈ വീട്ടിൽ വെച്ച് ദേവിയെ നിങ്ങൾ കൊല്ലാൻ ശ്രമിച്ചതും, മുരളിയുടെയും ദേവിയുടെയും കല്യാണം നാട്ടുകാർ കാണുക നടക്കാതിരിക്കാൻ അവളെ നിങ്ങൾ വിഷം കുടിപ്പിച്ച കാര്യമൊക്കെ എനിക്ക് പറയണം. ആരാകത്ത് പോകുന്നത് നമുക്ക് കാണാം. പോലീസിനെ വിളിച്ച് എന്നെ പേടിപ്പിക്കാൻ തോന്നും.